നമസ്കാരം. സോളാർ സമരം ഇടതുമുന്നണി ഗംഭീരമായി തുടർന്നു കൊണ്ടുപോകുന്ന കാര്യം ഡെമോക്രസി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് ഉപരോധത്തോടെ ഉമ്മൻചാണ്ടിയുമായി ഒത്തുതീർപ്പുണ്ടാക്കി എന്നൊക്കെ ശത്രുക്കൾ പറയുന്നത് വെറുതെയാണ്. ജനസമ്പർക്ക കരിങ്കൊടി സമരങ്ങൾക്ക് ശേഷം ഇപ്പോൾ നടക്കുന്ന അനിശ്ചിതകാല ക്ലിഫ് ഹൗസ് ഉപരോധം കണ്ടാൽ അത് ആർക്കും ബോധ്യമാകും. സമരങ്ങളുടെ സമരമായ ക്ലിഫ് ഹൗസ് ഉപരോധം കാണാൻ ഒരുങ്ങിക്കൊള്ളുക. ഡെമോക്രസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉമ്മൻചാണ്ടിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് ഉപരോധിക്കുന്നതിന് പല ഘട്ടങ്ങളുണ്ട്. ആദ്യം ഉമ്മൻചാണ്ടി വീട്ടിൽ നിന്ന് പുറത്തുപോയി എന്ന് ഉറപ്പുവരുത്തലാണ്. അതിനായി നേതാക്കൾ രാവിലെ തന്നെ സ്ഥലം സന്ദർശിക്കും. CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് വിസിറ്റ് നടത്തുക. പതിവിന് വിപരീതമായി ഇന്നൊരു ശത്രു അവരെ നേരിട്ടു. പോലീസ് വഴിയെല്ലാം ബാരിക്കേഡുകൾ കൊണ്ട് അടച്ചതിനാൽ ബുദ്ധിമുട്ടിലായ പൊതുജനത്തിൽ അല്പം ത്രാണിയുള്ള ഒരു വീട്ടമ്മ പാർട്ടിക്കാരെ ഒന്നടങ്കം മുൾമുനയിലാക്കി കളഞ്ഞു. സഖാക്കളുടെ വിരട്ടലൊന്നും അവിടെ വിലപ്പോയുമില്ല. നാട്ടുകാർക്ക് വേണ്ടിയാ ഉപരോധിക്കുന്ന ഈ റോഡില്ല. ഞങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടില്ല. പോലീസ് ദാവൂദിനറിയോ? ചോട്ടാരാജനറിയോ? തല്ലേ ഈ ധാരാവി കേട്ടിട്ടുണ്ടോ? നീ ഊച്ചാളി ഊച്ചാളിന്ന് കേട്ടിട്ടുണ്ടടാ പാരട്ടെ. നിന്റെ ധാരാവി എനിക്ക് ഇതാടാ ഇത്. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലോ മോനെ. വഴിയൊക്കെ അടച്ചിട്ട് ഇടതുമുന്നണിക്കാർ ജനത്തിന്റെ പ്രാക്കൽ കേൾക്കട്ടെ എന്ന നിലപാടാണ് പോലീസിന്. സ്ത്രീ നടത്തുന്ന യുദ്ധത്തിനിടെ ജനത്തെ കടത്തിവിടേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന ബോധം സമരക്കാർക്ക് തന്നെ ഉണ്ടായി. അങ്ങനെ ബ്ലോക്ക് ചെയ്ത ഭാഗം നീക്കിക്കിട്ടാൻ പോലീസിനോടായി സമരം. സോളാറൊക്കെ വിട്ട് വഴിതെളിക്കൽ സമരമായി മാറി. അവിടെ എത്ര കുടുംബങ്ങൾ പോലീസുകാർ മര്യാദ കാണിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നത്? എത്ര കുടുംബങ്ങൾ? ഞങ്ങൾ ആ റോഡ് ഉപയോഗിച്ചിട്ടുണ്ടോ? നിങ്ങൾ എത്ര ദിവസം ചെയ്യുന്നത്? ഞങ്ങൾ ആ റോഡ് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ ആ റോഡ് ഉപയോഗിച്ചിട്ട് മര്യാദക്കല്ലേ? അല്ല പറയണ്ടേ? ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ആ റോഡ് ഉപയോഗിച്ചിട്ടില്ല. എത്ര അവിടെ പോലീസുണ്ട്. നിങ്ങൾ ബാക്കിലോട്ട് മാറ്റിവെക്ക്. ആളുകളൊക്കെ തീരുമാനിക്കുക. അവരൊന്നും സാറക്കാർക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ട് മാറിക്കൂടെ? ഞങ്ങൾ അവർ സംസാരിക്കണേ. അല്ല, അവർ ലീഡേഴ്സ് സംസാരിക്കുന്നതിന് പോലീസാണ് പോലും തീരുമാനിക്കുന്നത്. ഇയാളാണ് തീരുമാനിക്കുന്നത്. വേണ്ട. നീ ഊച്ചാളി ഊച്ചാളിന്ന് കേട്ടിട്ടുണ്ടടാ പാരട്ടെ. നിന്റെ ധാരാവി എനിക്ക് ഇതാടാ ഇത്. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലോ മോനെ. ഒടുവിൽ ഇടതുമുന്നണിയുടെ സങ്കടം പോലീസിനോട് കടകംപള്ളിക്ക് പങ്കുവയ്ക്കേണ്ടി വന്നു. ഏതോ ഒരു സ്ത്രീയെ കൊണ്ട് ഇങ്ങനെ ചീത്ത വിളിപ്പിക്കേണ്ടായിരുന്നു. ജനത്തിന്റെ സോളാർ വികാരം ആവിഷ്കരിക്കാൻ നടത്തിയ സമരം ഒരു സ്ത്രീയുടെ കണ്ണുരുട്ടലിൽ ഉരുകിപ്പോയത് എങ്ങനെ സഹിക്കും? നിങ്ങൾക്ക് ബാക്കിലോട്ട് നീക്കി വെച്ചാൽ വേറെ എന്തെങ്കിലും തടസ്സമുണ്ടോ? നാട്ടുകാരെ കൊണ്ട് എന്തിനാണ് ഞങ്ങൾ ചീത്ത വിളിപ്പിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ഇൻസ്ട്രക്ഷൻ ഉണ്ടോ?
മക്കൾ ഈ റോഡ് വഴി പോലെ അല്പം കൊണ്ട് മാറ്റി വെച്ചാൽ പോലെ നിങ്ങൾ സംസാരിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ തയ്യാറാവണം. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കും ഞങ്ങളുടേതായിട്ടുള്ള വിഷം വരും. ഞങ്ങൾ നാളെ തീരുമാനിക്കുക. ബാക്കി റോഡിലേക്ക് വരാം. നിങ്ങൾക്ക് അങ്ങോട്ട് മാറ്റിവെക്കുന്ന ഒരു തടസ്സമുള്ളൊരു കാര്യമല്ല. അല്ല അല്ല ഈ ക്ലിഫ് ഹൗസ് റോഡ് ബ്ലോക്കാക്കി വെക്ക്. അത് ബ്ലോക്കാക്കി വെക്കുന്നതിന് കുഴപ്പം എന്താ? ഞങ്ങൾ അവിടെ ബ്ലോക്കാക്കാൻ വരുന്നതല്ലേ. അതെ, അവർ പോലീസിന്റെ ജോലി ചെയ്തോളാം, നിങ്ങൾ നിങ്ങളുടെ ജോലി. അല്ല, അത് നേരത്തെ പോലീസ് ഏത് റോഡ് ഉപരോധിക്കണം, ഏത് റോഡ് കറക്റ്റ് നിങ്ങൾ ചെയ്തോ, അതെല്ലാം നിങ്ങൾ ചെയ്തോ. നിങ്ങൾ നാട്ടുകാരെ കൊണ്ട് ഞങ്ങളെ ചീറ്റ് വിളിപ്പിക്കരുത്, ദയവ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ക്ലിഫ് ഹൗസ് റോഡ് ഉപരോധിക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ റോഡ് ആ സ്ത്രീ വന്നൊന്ന് ചീത്ത വിളിച്ച് നിങ്ങൾ കേട്ടതാണ്. മാധ്യമങ്ങളെല്ലാം തന്നെ നന്നായിട്ട് അത് പകർത്തിയിട്ടുണ്ട്. അവർക്കും നല്ല സന്തോഷമായി. സമരക്കാരെ നേരിടാനായിട്ട് ഒരു സ്ത്രീ രംഗത്ത് വന്നു പറയുന്നത് ഞങ്ങൾ ജനങ്ങൾക്കെതിരായിട്ടുള്ള സമരമല്ല. നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യേണ്ടത് ക്ലിഫ് ഹൗസിലേക്ക് പോകുന്ന റോഡ് എസി നിങ്ങൾ അങ്ങോട്ടൊക്കെ ചെയ്യും. ഇന്ന് കൂടെ ഞാൻ പറയാണ്, ഇന്ന് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഞങ്ങളെ മേൽ ചെയ്യേണ്ടി വരും. അത് ഉറപ്പായിട്ടായിരിക്കും. സംശയമൊന്നും ഇനി ചീത്ത വിളിപ്പിക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. ഇനി ചീത്ത വിളിപ്പിക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. ആ സ്ത്രീ വന്നൊന്ന് ചീത്ത വിളിച്ച് നിങ്ങൾ കേട്ടതാണ്. മാധ്യമങ്ങളെല്ലാം തന്നെ നന്നായിട്ട് അത് പകർത്തിയിട്ടുണ്ട്. അവർക്കും നല്ല സന്തോഷമായി. ഉമ്മൻചാണ്ടിയോട് എല്ലാം പണ്ടേ തീർപ്പായതുകൊണ്ട് ഇതവിടെ തന്നെ തീർന്നോളും. എന്തായാലും സമരത്തിന്റെ ആദ്യഘട്ടം കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത പരിപാടിയിലേക്ക്. ഇനി ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ സ്ഥിതിക്ക് 10 മണിയോടെ സമരക്കാർ മുദ്രാവാക്യം വിളിച്ച് എത്തുന്നു. ക്ലിഫ് ഹൗസിൽ ഉമ്മൻചാണ്ടി ഇല്ലെങ്കിലും കുടുംബക്കാരെങ്കിലും നടുങ്ങിക്കോട്ടെ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേവലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഖാക്കളെ മുഴുവൻ ആളുകൾ ഇരിക്കണം, എല്ലാവരും ഇരിക്കണം. ഈ ഉപരോധ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കളും ഇരിക്കണം. എല്ലാവരും ഇരിക്കുക. മുഴുവൻ ആളുകൾ ഇപ്പുറത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകൾ ഇരിക്കണം. എല്ലാവരും ഇരിക്കണം. പ്രകടനം എത്തിക്കഴിഞ്ഞു. ഇനി പ്രസക്തമായ ചില പ്രസംഗങ്ങളാണ്. ഉമ്മൻചാണ്ടിയെ മാത്രമല്ല സർക്കാരിനെ ആകെ പിടിച്ചുകുലുക്കുന്ന പ്രസംഗങ്ങൾ. കൊടിക്കുന്നിൽ കൊടിവെച്ച കാറിൽ പോയി ബെഡ്റൂമിൽ കിടക്കുന്നു. ഇത് ആരോപണം വന്നില്ല. അവരുടെ പേരില്ല. വെളി പറയാമോ? ഞാൻ വരുന്നതൊന്നും ഇരിക്കണം, ഞാൻ പറയുന്നില്ല. കേന്ദ്രമന്ത്രി KC വേണുഗോപാൽ, ഗണേശൻ, ബാലകൃഷ്ണപിള്ളയുടെ മോൻ. ഗണേശൻ പിന്നെ കുഴപ്പമില്ല, കാരണം ബാലകൃഷ്ണപിള്ള എന്നെ പറഞ്ഞു അവന്റെ ജോലി എന്താ, സിനിമയിൽ അഭിനയമാണ്. അപ്പൊ ഇതൊക്കെ ഉള്ളതാ, അത് കുഴപ്പമൊന്നുമില്ല. എന്റെ മോന് കുഴപ്പമില്ല, അവൻ എടുക്കണ ഈ കാര്യത്തിൽ എന്നാ ബാലകൃഷ്ണപിള്ള പറഞ്ഞത്, അച്ഛൻ പറഞ്ഞത്. ഇപ്പൊ ഇവരെല്ലാം കേസ് പുറത്തു വരാൻ മൊഴി കൊടുത്തത് ഈ സരിത. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. അങ്ങനെ വരണമെങ്കിൽ ഉമ്മൻചാണ്ടി തൽക്കാലം മാറി നിൽക്കണം, രാജിവെക്കണം എന്നേ പറയുന്നുള്ളൂ. രമേശ് ചെന്നിത്തല മന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആകട്ടെ, നമുക്ക് തർക്കമൊന്നുമില്ല. നിരഞ്ജൻ രാധാകൃഷ്ണൻ ആകട്ടെ, നമുക്ക് തർക്കമൊന്നുമില്ല. ആരായാലും ഒന്നുമില്ല. ഇമാതിരി പ്രസംഗങ്ങൾക്ക് ശേഷം സമരത്തിലെ അടുത്ത പരിപാടി അറസ്റ്റ് വരിക്കലാണ്. കമ്മ്യൂണിസ്റ്റുകാർ നിയമം പാലിക്കുന്നവരായതുകൊണ്ട് പോലീസിനെ ബുദ്ധിമുട്ടിക്കുകയേയില്ല. ആദ്യം MLA അറസ്റ്റ് വരിക്കും. ആദ്യം MLA അറസ്റ്റ് വരിക്കും. MLA അറസ്റ്റ് വരിച്ചതിന് ശേഷം മറ്റു സഖാക്കൾ അറസ്റ്റ് ചെയ്യും. അപ്പൊ MLA അറസ്റ്റ് ഇരുന്നവരെ മാത്രമേ പോലീസ് അറസ്റ്റ് ചെയ്യൂ. അതുകൊണ്ട് ജമീല പ്രകാശം MLA ഇരുന്നു കഴിഞ്ഞു. ഇനിയാണ് അറസ്റ്റ്.
ബാക്കി സഖാക്കളും ഇരുന്ന് സഹകരിക്കണം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇരുന്നാൽ മാത്രമേ പോലീസ് അറസ്റ്റ് ചെയ്യൂ. അറസ്റ്റുകളെല്ലാം പൂർത്തിയായി. ഇനി വണ്ടി വിടാം. പോലീസ് വണ്ടികളിൽ അനുസരണയോടെ ആളുകൾ കയറട്ടെ. ഇമാതിരി സമരനാടകം കണ്ട് ഉമ്മൻചാണ്ടി ഉള്ളാലെ ചിരിക്കുന്നുണ്ട്. പിന്നെ അച്ചടക്കമുള്ള നേതാക്കളോടും സഖാക്കളോടും സോളാർ നന്ദി ഉള്ളിൽ ഉള്ളതുകൊണ്ട് ചാണ്ടിക്ക് കമ്മ്യൂണിസ്റ്റുകളോട് ബഹുമാനമേ ഉള്ളൂ. സോളാറിന്റെ ഭീതി ഒഴിഞ്ഞല്ലോ എന്ന ആശ്വാസം മുഖ്യമന്ത്രിക്കുണ്ട് താനും. ആ ആശ്വാസം ഉള്ളതുകൊണ്ടാകണം അടുത്ത കാലത്തായി എവിടെ പോയാലും നല്ല ഉറക്കവും കിട്ടുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഉറക്കം ഒരിടവേള കഴിഞ്ഞ്. അതുകൂടെ ഉൾപ്പെട്ടുകൊണ്ട് ഭരണഘടനാ ഭേദഗതി വേണമെങ്കിൽ ചന്ദ്രികേ ഇനി ഈ പൂങ്കവിൾ